ബഹ്റിൻ തിരമാലകളായി നിറവായൊരു പൂങ്കാവ്, ബലദിൻ ശുഭദായകമായി മികവാർന്നൊരു തേന്മാവ്. ബഹ്റിൻ തിരമാലകളായി നിറവായൊരു പൂങ്കാവ്, ബലദിൻ ശുഭദായകമായി മികവാർന്നൊരു തേന്മാവ്. ബഹുനന്മകളേറെ പരത്തിയതോ അദബിൻ ചേല്, ബഹുമാനപ്പുകളുകളോതി അറിവതിലും ഹാല്. ഹർഷമതാരവമേഹാരം അർഷദിലേ വരുമേ സാരം, അകമതിലോ മികലങ്കാരം നുസിരികളോ അറിവിൻ തീരം. ബഹ്റിൻ തിരമാലകളായി നിറവായൊരു പൂങ്കാവ്, ബലദിൻ ശുഭദായകമായി മികവാർന്നൊരു തേന്മാവ്. വന്യഗുരുക്കളിലായിന്നും വന്നിടുമേ നിറമാഹ്ലാദം, വശ്യമനോഹരമിൽമിൻ്റെ നൂറുകളേകിയ സാഫല്യം. തണലുകളായി ലാവണ്യം, തരുളുകളായി തികവോ ഗണ്യം. കാൽ നൂറ്റാണ്ടിൻ പ്രഭയില്ലെങ്കുമിതാനുസരി സംഘം, കുണ്ടൂരുസ്താദിൻ ഹൃദയത്തിലേറിയ പൊൻകാവ്യം. കനിവ് പകർന്ന സുലൈമാനുസ്താദോ മധുഗീതം, ഓടക്കൽ നദറാലെ അലിയുസ്താദിൻ നേർ സംഘം. അലിയുസ്താദിൻ കരമില്ലെങ്കും നുസ്രത്തരോ സംഘം. പൊലിവതിലേറെ ശുക്റുകൾ പാടി വിളങ്ങിടുമേ പങ്കം. ബഹ്റിൻ തിരമാലകളായി നിറവായൊരു പൂങ്കാവ്, ബലദിൻ ശുഭദായകമായി മികവാർന്നൊരു തേന്മാവ്. സിൽവറിനുസ്രത്തിൻ ഗന്ധം, സൽഗുണമായവരിൻ ബന്ധം. സാരമതാരവമായെന്നും സാരസമോ മികവാലെന്നും, പൊരുളുകളോതിയ സൗന്ദര്യം അരുളതിലെ ശുഭമാധുര്യം. ഇരുളിൻ വഴിയിൽ നൂറത് പാകി പ്രശോഭിതമീ സംഘം. വിപ്ലവ തേരുകളായി നിറമിക സാന്ത്വന തീരമിലായി, വിശ്രുതനാമമിലായി സുരമുഖ ഹംദതിലേ ഇവരായി. നേരിൻ ചൂട്ട് തെളിച്ച് ഗമിച്ച് കൊതിച്ചവരോ ചന്തം, ആരിൽ മീട്ടിയൊരുക്കിയ അറിവിൻ സുന്ദരമാനന്ദം. വന്നിതിലെ ഫറഹോട് നിറഞ്ഞിവർ നുസിരികളോ ചന്തം. ബഹ്റിൻ തിരമാലകളായി നിറവായൊരു പൂങ്കാവ്, ബലദിൻ ശുഭദായകമായി മികവാർന്നൊരു തേന്മാവ്. ബഹ്റിൻ തിരമാലകളായി നിറവായൊരു പൂങ്കാവ്, ബലദിൻ ശുഭദായകമായി മികവാർന്നൊരു തേന്മാവ്. ബഹുനന്മകളേറെ പരത്തിയതോ അദബിൻ ചേല്, ബഹുമാനപ്പുകളുകളോതി അറിവതിലും ഹാല്. ഹർഷമതാരവമേഹാരം അർഷദിലേ വരുമീ. 2 ദിവസമേ ആയിട്ടുള്ളൂ സ്വന്തം ബാപ്പയുടെ കടുത്ത് അറുത്തു എന്നുള്ളത് ഏതോ സംസ്ഥാനത്തെ കഥയല്ല. നമ്മുടെ നാട്ടിലെ മലയാളം മണ്ണിന്റെ മക്കളെ അമ്പരപ്പിച്ചു പോയൊരു കാഴ്ചയാണ് എന്റെ കുട്ടികളെ. മാത്രമല്ല പൊന്നുമ്മയെ വെട്ടിക്കൊന്നു എന്ന് നമ്മുടെ അയൽപ്പക്കത്തെ കഥയാണ്, അയൽപ്പക്കത്തെ ജില്ലയിലെ കഥയാണ്. ഒരു ഉമ്മാനെ വെട്ടിക്കൊന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് ലോകം എത്തി നിൽക്കുന്നത്? ആരാണ് വെട്ടിക്കൊള്ളുന്നത്? സ്വന്തം മകൾ ഈമാനിന്റെ പ്രബലപിച്ച കുട്ടിയാണ്. പക്ഷേ അവൻ ലഹരികൾക്ക് അടിമപ്പെട്ടു പോയി. വലിയ വലിയ വിദ്യാലയങ്ങളുടെ വരാന്തയിൽ പോലും ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരികൾക്ക് അടിമപ്പെട്ട് ബോധം കെട്ട് കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ എന്തിനാണ് ഈ മഹത്തായ സ്ഥാപനങ്ങൾ, ഇതുപോലെ അഹ്ലുസുന്നയുടെ സ്ഥാപനങ്ങൾ നമ്മൾ ഓർക്കേണ്ടത്? നുസിരികളോ അറിവിൻ തീരം, ബഹ്റിൻ തിരമാലകളായി നിറവായൊരു പൂങ്കാവ്, ബലദിൻ ശുഭദായകമായി മികവാർന്നൊരു തേന്മാവ്.